കഴിഞ്ഞ നിങ്ങളൊരു വർഷം മുമ്പ് ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ശരിയായിരുന്നു. അന്ന് കുറച്ച് ഈ പ്രശ്നങ്ങൾ വന്നിരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. ആ പണമെല്ലാം കൊടുത്തു തീർക്കുന്നതല്ല, 2 പ്രാവശ്യം ഈ പെർ ഹെഡ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ മെനുവിനുള്ള തുക പരിഷ്കരിച്ചു. കേന്ദ്ര ഗവൺമെൻറ് ഒരു തുകയും നമ്മുടെ തുകയും, അതാണ് ഇതിനകത്ത് വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട നമ്മുടെ പെർസെൻറ്റേജ് ഉണ്ട്. അവിടെയും അംഗൻവാടിയിൽ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് പരിഷ്കരിച്ചു. കാരണം കുറേ വർഷം മുമ്പ് തീരുമാനിച്ചാണ്. അപ്പോൾ അതിനകത്തും എനിക്കൊന്ന് 10, 60, 50% ഇൻക്രീസ് വന്നു. ഇവിടെ ആണെങ്കിൽ ഓരോ വർഷവും വന്നു. ആ ഇൻക്രീസ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്, നമ്മളത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പണം കൊടുക്കാത്തതില്ല. പിന്നെ അത് സംബന്ധിച്ച് നേരത്തെ ഹെഡ് മാസ്റ്റർമാർക്ക് പണം കിട്ടുന്നില്ല, അവിടെ പ്രശ്നമാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ വരുന്നില്ല. പൊതുവേ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് കണക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് പണം കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം വർദ്ധിപ്പിച്ചു. ഞാൻ 2ാമത്തെ പ്രാവശ്യം വർദ്ധിപ്പിച്ചത് 1 മാസം മുമ്പാണ്. ആ വർദ്ധിപ്പിച്ച ഉൾപ്പെടെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം SSKയുടെ ഭാഗമായി കിട്ടേണ്ട 1000 കോടി രൂപ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാവണം. ഈ വർഷവും അത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും യൂണിഫോം കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിൽ. SSKയിൽ പണം 1000 കോടി രൂപ തരാനുള്ളത് തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ബഡ്ജറ്റിനകത്ത് അവിടുന്ന് കിട്ടുമെന്ന് കണക്ക് കൂട്ടിയതിന് പകരം നമ്മളിവിടുന്ന് വേറെ എടുത്ത് പമ്പ് ചെയ്യുവാണ്.